إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തി പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അവ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു ധാരാളം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ അത് ക്ലിപ്തപ്പെടുത്താൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അതിന് അനിവാര്യമായ നന്ദി പ്രകടിപ്പിക്കുവാനും നമുക്കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാഗത്തിൽ നിന്ന് വന്നു പോകുന്ന വിട്ടുവീഴ്ച അവൻ പുറത്തു തരികയാണ്. ധാരാളമായി അവൻ നമുക്ക് പുറത്തു തരികയാണ്. അവന്റെ കാരുണ്യം കൊണ്ടാണ് നാം ഇവിടെ ജീവിച്ചു പോകുന്നത്. അല്ലാതെ നാം എത്ര തന്നെ ഇബാദത്തുകൾ അനുഷ്ഠിച്ചാലും എത്ര തന്നെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാലും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ, അതിനർഹമായ നന്ദി കാണിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാനുള്ള ശേഷി നൽകി. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് കാഴ്ച നൽകി. അതുപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേൾവി നൽകി. അതുപോലെ നമുക്ക് ശ്വസിക്കാനുള്ള വായുവും താമസിക്കാനുള്ള ഇടവും, ഇങ്ങനെ തുടങ്ങി ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തന്നു. ഇങ്ങനെയുള്ള റഹ്മാനും റഹീമുമായിട്ടുള്ള അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത്, അവനെക്കുറിച്ച് സദാ ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ്. ഓരോ സത്യവിശ്വാസിയുടെ മേലും ബാധ്യതയായിട്ടുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നത് പോലെ തന്നെ മഹത്തായ ഇബാദത്താണ്. അതിലൂടെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ബന്ധം അടുപ്പിക്കുവാൻ, ശക്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെയും സൽവിശേഷണങ്ങളിലൂടെയും അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ, പുകഴ്ത്തുന്നതിലൂടെ നാളെ ഖിയാമത്ത് നാളിൽ വലിയ വലിയ പദവികൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ
അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഖുർആനിലുള്ള അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ആ കൽപ്പനകൾ തന്നെ നാം ഒന്ന് മനസ്സിരുത്തിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു പറയുകയാണ്. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. ഈ സഹോദരങ്ങളെ, എപ്രകാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം ഓർക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കേണ്ടത് എങ്ങനെയാണ്? അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവ്വി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. വദ്കുർ റബ്ബക, നീ നിന്റെ റബ്ബിനെ സ്മരിക്കുക, ഓർക്കുക. ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗൽ, വിനയത്തോടുകൂടെയും അതുപോലെ തന്നെ ഭയപ്പാടോടും കൂടി, വാക്ക് ഉച്ചത്തിലാവാതെ അള്ളാഹുവിനെ നീ ഓർക്കുക. വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ നീ സ്മരിക്കുക. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധയിൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ ആയി പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർദാ. നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിക്കുക. ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യ ഉദയത്തിന്റെ മുൻപും അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന്റെ മുൻപും അള്ളാഹുവിനെ നീ സ്മരിക്കുക, അവന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുക. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർദാ, അതുപോലെ തന്നെ രാത്രിയിലും നീ അള്ളാഹുവിനെ സ്മരിക്കുക. അതുപോലെ വഅത്റാഫൻ നഹാർ, പകലിലെ സമയങ്ങളിലും അള്ളാഹുവിനെ നീ സ്മരിക്കുക. ലഅല്ലക തർദാ, നിനക്ക് സംതൃപ്തി വന്നേക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുക. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും, അവന് തന്നെയാകുന്നു എല്ലാ സ്തുതിയും. വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. ഇങ്ങനെ സമയവ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നാം പരിശോധിച്ചാൽ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ സമയത്തും ദിക്ർ ചെയ്യുമായിരുന്നു, അവിടുന്ന് എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം എന്താണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഒരു മത്സ്യത്തിന് വെള്ളം പോലെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുർ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുകയും തന്റെ റബ്ബിനെ സ്മരിക്കുകയും സ്മരിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സദാസമയം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അയ്യുൽ ജിഹാദി അഅ്ദമു അജ്റാ? ഖാല അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജിഹാദിൽ വെച്ച്, യുദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും പ്രതിഫലമുള്ളത് ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കപ്പെടുന്ന യുദ്ധമാണ്. അതുപോലെ തന്നെ വീണ്ടും ചോദിക്കപ്പെട്ടു, ഫഅയ്യു സ്സായിമീന അഅ്ദമു അജ്റ, നോമ്പുകാരിൽ ഏറ്റവും പ്രതിഫലം കൂടുതലുള്ളവർ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്ന
നോമ്പാണ്. ثم ذكر لنا الصلاة والزكاة والحج والصدقة كل ذلك رسول الله صلى الله عليه وسلم يقول أكثرهم لله تبارك وتعالى ذكرا. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ പറ്റി പറഞ്ഞു, സകാത്തിനെ പറ്റി പറഞ്ഞു, ഹജ്ജിനെ പറ്റി പറഞ്ഞു. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുകയുണ്ടായി, അതൊക്കെ ഏതാണോ ദിക്ർ കൂടുതലുള്ളത് അതിലാണ് പ്രതിഫലം കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ അബാ ഹഫ്സ് ذهب الذاكرون بكل خير فقال رسول الله صلى الله عليه وسلم أجل. ഉമർ, ദിക്ർ ചെയ്യുന്നവർ അവർ എല്ലാ നന്മയും കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെ എന്ന് പറയുകയുമുണ്ടായി. അപ്പോൾ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് പരിഗണിക്കപ്പെടുന്നത് അതിലുള്ള ദിക്റാണ്. അതിൽ എത്രത്തോളം നാം അള്ളാഹുവിനെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരിഗണിക്കപ്പെടുക. നാം കേവലം ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങളല്ല അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക. നാം നമസ്കരിക്കുമ്പോൾ അതിലെത്രത്തോളം അള്ളാഹുവിന്റെ ഉള്ള സ്മരണ ഉണ്ട് എന്നുള്ളതാണ് പരിഗണിക്കപ്പെടുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ അവർ മുൻകടന്നിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് മുഫർരിദീങ്ങൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതുപോലെ ധാരാളം ആയത്തുകളും ഹദീസുകളും ദിക്റിന്റെ വിഷയത്തിൽ ദിക്ർ ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം ഖുർആനിലെ ആയത്തുകളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ദിക്റിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം നേട്ടങ്ങൾ ദിക്ർ ചെയ്യുന്നതിലൂടെ നമുക്കുണ്ട്. നമ്മുടെ ജീവിതം, ഒരു മുഅ്മിനിന്റെ ജീവിതം അത് ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് തന്നെ എല്ലായ്പ്പോഴും ദിക്ർ നിലനിർത്തുന്ന രൂപത്തിലാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അതുപോലെ തന്നെ രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ്. അതിനിടയിലുള്ള സമയത്തും അവൻ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തേണ്ടതുണ്ട്. അവൻ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ, അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ സ്മരണ അവൻ നിലനിർത്തേണ്ടതുണ്ട്. ആ ഒരു രൂപത്തിലാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു മുഅ്മിനിന്റെ ദൈനംദിനം ചെയ്യേണ്ടുള്ള ഇബാദത്തുകൾ നാം നോക്കിക്കഴിഞ്ഞാൽ അതും അതേപോലെ തന്നെയാണ്. 5 നേരത്തെ നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, അതുകൂടാതെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ, മറ്റുള്ള ഇബാദത്തുകൾ, ഇതെല്ലാം ഒരു മുഅ്മിൻ നിലനിർത്തേണ്ടതാണ്. അങ്ങനെ ഒരു ദിവസം മുഴുവനും അള്ളാഹുവിന്റെ ദിക്റിലായിക്കൊണ്ടാണ് അവന്റെ ജീവിതം. അതുപോലെ തന്നെ അവൻ ദുനിയാവിന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ദിക്ർ നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ജുമുഅ നമസ്കാരം അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപിച്ചു കൊള്ളുക. വബ്തഗൂ മിൻ ഫളില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ഔദാര്യം തേടി നിങ്ങൾ പോവുക. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, അള്ളാഹുവിനെ ധാരാളം നിങ്ങൾ ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞതുപോലെ, വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അള്ളാഹുവാണ് ഈ ഭൂമി നമുക്കിങ്ങനെ വിധേയമാക്കി തന്നിട്ടുള്ളത്. അവനാണ് നമുക്ക് ഈ ഭൂമിയെ വിധേയമാക്കി തന്നിട്ടുള്ളത്. നമുക്കിങ്ങനെ സഞ്ചരിക്കുവാൻ, നമുക്ക് റിസ്ക് തേടി പോവാനുള്ള രൂപത്തിൽ അതിനെ വിധേയമാക്കി തന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹ, അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. വകുലൂ മിർ റിസ്ഖിഹി, അതിലുള്ള റിസ്ക് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വഇലൈഹിൻ നുശൂർ, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അത് നിങ്ങൾ മറക്കരുത്. അതായത് ഉപജീവന മാർഗം അന്വേഷിച്ച് നാം ഇറങ്ങുമ്പോഴും, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ആഖിറത്തിന്റെ കാര്യം നാം മറക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ സ്മരണ സദാ നിലനിർത്തുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദിക്ർ നിലനിർത്തുന്നതിലൂടെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും.
അതിൽ ചിലതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത് വിജയം ലഭിക്കുമെന്നുള്ളതാണ്. നാം സൂചിപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, അവിശ്വാസികളിൽ നിന്നുള്ള ഒരു സൈന്യത്തെ നിങ്ങൾ യുദ്ധത്തിൽ കണ്ടുമുട്ടുമ്പോൾ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കുക, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, അതുപോലെ തന്നെ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും അല്ലാഹു ദിക്റിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ദിക്റിന്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പാപമോചനവും അതുപോലെ തന്നെ മഹത്തായ പ്രതിഫലവും. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറൂന അല്ലാഹ അസ്സ വജല്ല ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാ അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്. ഏതൊരു വിഭാഗം ആളുകൾ അവർ ഒരുമിച്ച് കൂടുകയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി, അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് പറയുമെന്നാണ് ഒരു വിളിയാളൻ, ആകാശത്തിൽ നിന്നുമുള്ള ഒരു വിളിയാളൻ വിളിച്ചു പറയും അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്, നിങ്ങൾക്ക് പുറത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു. ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്, നിങ്ങളുടെ തിന്മകൾ നന്മകളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയപ്പെടുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വിശേഷണങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം അതിൽ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അതുപോലെ തന്നെ ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഹത്തായ പ്രതിഫലവും പാപമോചനവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് അല്ലാഹു നമ്മെ ഓർക്കുമെന്നുള്ളത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുക. വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അന ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവനോട്. വഅന മഅഹു ഇദാ ദകറനി, അവൻ എന്നെ സ്മരിക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ഫഇൻ ദകറനി ഫീ നഫ്സിഹി ദകർതുഹു ഫീ നഫ്സി, അവന്റെ സ്വന്തത്തിൽ എന്നെ സ്മരിക്കുകയാണെങ്കിൽ എന്റെ സ്വന്തത്തിൽ ഞാൻ അവനെ സ്മരിക്കും. വഇൻ ദകറനി ഫീ മലഇൻ ദകർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, ഇനി ഒരു സംഘത്തിൽ വെച്ച് അവൻ എന്നെ കുറിച്ച് സ്മരിക്കുകയാണെങ്കിൽ അവരെക്കാളും ഖൈറായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ കുറിച്ച് ഞാൻ സ്മരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ദിക്റിന്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ് ദിക്ർ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി തീർക്കുമെന്നുള്ളത്. അല്ലാഹു പറഞ്ഞതുപോലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമടയുന്നത്. മനസ്സുകൾ ശാന്തമടയുന്നത് അല്ലാഹുവിന്റെ ദിക്റുകൾ കൊണ്ടാണ്. മനസ്സുകൾ അതിലുള്ള ടെൻഷനുകളും എല്ലാം ഒഴിഞ്ഞു പോകുന്നത് അല്ലാഹുവിന്റെ ദിക്റിലൂടെയാണ്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദിക്റാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും വഅർഫഇഹാ ഫീ ദറജാതികും, ഒരു കർമ്മത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ബിഖൈരി അഅമാലികും, നിങ്ങളുടെ പ്രവൃത്തികളിൽ വെച്ച് ഏറ്റവും ഖൈറായത്, വഅസ്കാഹാ ഇൻദ മലീകികും, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതും, വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ ദറജ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ദറജ ഏറ്റവും ഉയർത്തി തരുന്നതും, വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി الذهب والورق, അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാളും, വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബൂ അഅനാഖഹും വയദ്രിബൂ അഅനാഖക്കും, അതുപോലെ തന്നെ നിങ്ങൾ യുദ്ധം ചെയ്ത് ശത്രുക്കളെ നിങ്ങൾ കൊലപ്പെടുത്തുകയും അവർ നിങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതിനേക്കാളും
ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ ഖാലൂ ബല, സ്വഹാബികൾ പറഞ്ഞു അതെ അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു തന്നാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹി തആല, അത് അള്ളാഹുവിന്റെ ദിക്റാണ്, അള്ളാഹുവിന്റെ ദിക്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മഹാനായ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻ തമൂത വലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ദിക്റിനാൽ നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്റിനാൽ നനഞ്ഞുകൊണ്ട് നീ മരിച്ചു പോകലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ദിക്റിന്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ് പിശാചിന്റെ ആക്രമണത്തിൽ നിന്ന്, പിശാചിന്റെ ഷർറുകളിൽ നിന്ന് അത് നമ്മെ കാത്തുരക്ഷിക്കുമെന്നുള്ളത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു 5 കാര്യങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. അത് അമൽ ചെയ്യുവാനും അതുപോലെ തന്നെ ബനൂ ഇസ്രായേലിയർക്ക് അത് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് വഅമുറുകും അൻ തദ്കുറുല്ലാഹ്. യഹ്യ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിയരോട് കൽപ്പിച്ച കാര്യമാണ്, വഅമുറുകും അൻ തദ്കുറുല്ലാഹ്, ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഫഇന്ന മസല ദാലിക കമസലി റജുലിൻ ഖറജൽ അദുവ്വു ഫീ അസ്രിഹി സിറാഅൻ ഹത്താ ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീനിൻ ഫഅഹ്റസ നഫ്സഹു മിൻഹും കദാലിക അൽഅബ്ദു ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്വാനി ഇല്ലാ ബിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരാളുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ പോലെയാണ്. അയാൾ ശത്രുവെയും ഭയന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഒരു കോട്ടക്കകത്ത് ചെന്ന് അവൻ സുരക്ഷിതനാവുകയാണ്. അതുപോലെയാണ് ദിക്ർ ചെയ്യുന്ന ഒരാൾ അവന്റെ പിന്നാലെ ശൈത്താൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദിക്ർ ചെയ്യുമ്പോൾ അവൻ ഒരു കോട്ടക്കകത്ത് പ്രവേശിക്കുകയാണ്. അവന്റെ നഫ്സിനെ അവൻ സുരക്ഷിതമാക്കുകയാണ്. ശൈത്താനിന്റെ ഷർറിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറല്ലാഹ് ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി ഖാല അശ്-ശൈത്വാനു ലാ മബീത ലക്കും വലാ അശാ. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ശൈത്താൻ പറയുമെന്നാണ്, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് നിങ്ങൾക്കിവിടെ താമസമില്ല, ഇന്ന് നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല എന്ന് ശൈത്താൻ അവന്റെ അനുയായികളോട് പറയുമെന്നാണ്. ഇനി നേരെ മറിച്ച് വഇദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലിഹി ഖാല അശ്-ശൈത്വാനു അദ്റക്തുമുൽ മബീത് വഇദാ ലം യദ്കുരില്ലാഹ ഇൻദ തആമിഹി ഖാല അദ്റക്തുമുൽ മബീത വൽ അശാ. ഇനി അവൻ ദിക്ർ ചെയ്യാതെ അള്ളാഹുവിനെ സ്മരിക്കാതെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ശൈത്താൻ പറയുമെന്നാണ്, നിങ്ങൾക്കിവിടെ താമസമുണ്ട്, ഇന്ന് നിങ്ങൾക്കിവിടെ സുഖമായി താമസിക്കാം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞില്ല എങ്കിൽ ശൈത്താൻ പറയും, നിങ്ങൾക്ക് ഇന്നിവിടെ താമസവും ഭക്ഷണവും എല്ലാം നിങ്ങൾക്കിവിടെ ഉണ്ട് എന്ന് ശൈത്താൻ അവന്റെ അനുയായികളോട് പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ ദിക്റിന്റെ മഹത്തായ ഒരു നേട്ടമാണ് പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്നുള്ളത്. 7 വിഭാഗം ആളുകളെ പറ്റി പറയുന്ന ഹദീസിൽ ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, അള്ളാഹുവിനെ ഒഴിഞ്ഞിരുന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അങ്ങനെ കരയുകയും ചെയ്ത ആളുകളാണ് അതിൽപ്പെട്ട ഒരു വിഭാഗം. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസം തണൽ ലഭിക്കുന്നവരിൽ പെട്ട ഒരു വിഭാഗം അവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പകരം വെക്കാവുന്ന ഒരു കർമ്മമാണ് ദിക്ർ എന്നുള്ളത്. ഒരിക്കൽ ഒരു പ്രായം ചെന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് പ്രായമായി, അതുകൊണ്ട് തന്നെ ദീനിലെ പല കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല, സുന്നത്തായ കർമ്മങ്ങളൊന്നും അധികരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹി തആല, താങ്കളുടെ നാവ് എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നനഞ്ഞുകൊണ്ടിരിക്കട്ടെ, അള്ളാഹുവിന്റെ ദിക്ർ താങ്കൾ പതിവാക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള ഉപദേശം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറഞ്ഞു, ജാഅ അൽ ഫുഖറാഉ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
فقالوا ذهب أهل الدثور من الأموال بالدرجات العلى والنعيم المقيم يصلون كما نصلي ويصومون كما نصوم ولهم فضل من أموال يحجون بها ويعتمرون ويجاهدون ويتصدقون. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഫുഖറാക്കളായ ദരിദ്രരായ സ്വഹാബികൾ, അള്ളാഹുവിന്റെ റസൂലെ, ധനികരായ സ്വഹാബികൾ അവർ എല്ലാ ഖൈറും കൊണ്ട് പോയിരിക്കുന്നു. അവർ നാം നമസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുന്നു. പക്ഷേ അവർക്ക് ധാരാളം സമ്പത്തുണ്ട്, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഉംറ ചെയ്യുന്നു, ജിഹാദ് ചെയ്യുന്നു, സദഖ ചെയ്യുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അലാ ഉഹദ്ദിസുകും ബിഅംരിൻ ഇൻ അഖദ്തും ബിഹി അദ്റക്തും മൻ സബഖകും വലം യുദ്രിക്കും അഹദും ബഅദകും വകുൻതും ഖൈറ മൻ അൻതും ബൈന ളഹ്റാനൈഹി ഇല്ലാ മൻ അമില മിസ്ലഹു തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുൻകടന്ന ആളുകളെ അവരെ മുൻകടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ആർക്കും മുൻകടക്കാൻ സാധിക്കുകയില്ല അതുപോലുള്ള കർമ്മം ചെയ്യുന്നവർക്കല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചെയ്യുക, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം നിങ്ങൾ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇങ്ങനെയുള്ള തക്ബീറുകളും തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും എല്ലാം സ്വദഖയാവുന്നു എന്ന് മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദിക്റിന്റെ നേട്ടങ്ങളിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അമില ഇബ്നു ആദമ അമലൻ അൻജാ ലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്ന ദിക്റിനേക്കാളും വലിയ ഒരു കർമ്മവും ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദിക്റിനേക്കാളും വലിയൊരു കർമ്മമില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്നതായി മറ്റൊരു വലിയ കർമ്മവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സദാസമയവും അവനെ ഓർക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ദിക്ർ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നാം സൂചിപ്പിച്ചു വന്നത്. ഒരു സത്യവിശ്വാസിയുടെ അവന്റെ ജീവിതത്തിൽ മരണം വരെ ദിക്ർ നിലനിർത്തേണ്ടതുണ്ട്. ഇത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നാം ഗൗരവത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ സാധിക്കും. അതിന് സഹായകരമായ ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ നിത്യജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകൾ പതിവാക്കുക എന്നുള്ളതാണ്. ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ, അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ, അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ, അതുപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വസ്ത്രം അഴിക്കുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദിക്റുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളതാണ്. അത് സദാസമയവും അള്ളാഹുവിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുവാൻ, സദാസമയവും ദിക്റിലായിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അതിന്റെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും അതിന്റെ ആശയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഉരുവിടുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും, വഅഫ്ളലു الذിക്രി വഅൻഫഉഹു മാ വാതഅ ഫീഹി القلب اللسان وكان من الأذكار النبوية وشهد الذاكر معانيه ومقاصده. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, ഏറ്റവും നമുക്ക്
പ്രയോജനം ചെയ്യുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാവും മനസ്സും ഒരുമിച്ചുകൊണ്ട് ചെയ്യുന്ന ദിക്റാണ്. നമ്മുടെ അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ദിക്റാണ് ഏറ്റവും പ്രയോജനമായ ദിക്ർ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മെ ദിക്ർ നിലനിർത്തുവാൻ സഹായിക്കുന്ന കാര്യമാണ് നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നുള്ളത്. അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ ഏറ്റവും നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ ജമാഅത്തായി നമസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുന്നത്തുകളായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർവഹിക്കാൻ കൽപ്പിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് വഅഖിമിസ് സ്വലാത ലിദിക്രി എന്നാണ്. എന്റെ ഓർമ്മ, എന്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി നീ നമസ്കരിക്കുക, നീ നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഖുർആൻ പാരായണം നിത്യശീലമാക്കുക എന്നുള്ളത്. ഖുർആൻ വെറും പാരായണം ചെയ്യാതെ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത് അത് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഖുർആൻ എന്നുള്ളത് അത് ഏറ്റവും വലിയ ദിക്റാണ്. അള്ളാഹുവിന്റെ സംസാരമാണ്, കലാമാണ് ഖുർആൻ എന്നുള്ളത്. അള്ളാഹു നമ്മോട് സംസാരിക്കുക എന്നുള്ള ബോധത്തോടുകൂടി അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ ഈ ഭൂലോകത്ത് സംവിധാനിച്ചിട്ടുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നാം നോക്കുക എന്നുള്ളത്, അതിനെപ്പറ്റി ആലോചിക്കുക എന്നുള്ളത് നമുക്ക് അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ്. അള്ളാഹു ഖുർആനിൽ അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. വഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശങ്ങളിലേക്ക് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് അവർ നോക്കുന്നില്ലേ. വഇലൽ ജിബാലി കൈഫ നുസിബത്, ആ പർവ്വതങ്ങൾ അതെങ്ങനെ നാട്ടപ്പെട്ടു എന്ന് അവർ നോക്കുന്നില്ലേ. വഇലൽ അർളി കൈഫ സുത്തിഹത്, ഭൂമി അത് എങ്ങനെയാണ് പരത്തപ്പെട്ടിട്ടുള്ളത് എന്ന് അവർ നോക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഭിസംബോധന ചെയ്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു വഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, ഈ ഭൂമിയിൽ ദൃഢമായി വിശ്വസിക്കുന്നവർക്ക്, ദൃഢവിശ്വാസികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുകയും അതിൽ നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളത്. നാം ഈ ദുനിയാവിൽ മതിമറന്നു പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നാം അകന്നു പോകുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരക്കാർ നഷ്ടക്കാരാണെന്നും അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആർ അങ്ങനെ ചെയ്യുന്നുവോ അവരാണ് നഷ്ടക്കാർ, അവർ തന്നെയാകുന്നു നഷ്ടക്കാർ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം അള്ളാഹുവിനെ നാം ഓർക്കേണ്ടതുണ്ട്. അവനെ വിസ്മരിച്ചുകൂടാ. അങ്ങനെ അള്ളാഹുവിനെ വിസ്മരിച്ചാൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, നമ്മുടെ നഫ്സിനെ തന്നെ നാം മറന്നു പോകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ ആക്കിക്കളയും, അള്ളാഹുവിനെ നാം മറന്നു കളയുകയാണെങ്കിൽ. അതുപോലെ തന്നെ അള്ളാഹു പറയുകയാണ് വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അകന്നു പോവുകയാണെങ്കിൽ അവനെ നാം ഒരു ശൈത്താനെ ഏർപ്പെടുത്തി കൊടുക്കും, അവനായിരിക്കും പിന്നെ അവന്റെ കൂട്ടാളി. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ആ പിശാചുക്കൾ അവനെ സന്മാർഗത്തിൽ നിന്നും തടഞ്ഞു കളയും. അങ്ങനെ അവർ വിചാരിക്കുന്നതാകട്ടെ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ സന്മാർഗികളാണെന്നാണ് അവർ കരുതുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ ദിക്ർ സദാ നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് പരലോകത്തെ പറ്റിയുള്ള ഓർമ്മ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ മരണത്തെ പറ്റിയുള്ള ഓർമ്മ നാം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം പരലോകത്തെ പറ്റിയുള്ള വിശ്വാസം എത്രമാത്രം ദൃഢമാകുന്നുവോ അതിനനുസരിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഒരു വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ചില ആളുകൾ അവർക്ക്
അവർക്ക് കച്ചവടമോ മറ്റ് ക്രയവിക്രയമോ അവരെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും തടയുന്നില്ല. അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും സകാത്ത് നൽകുന്നതിൽ നിന്നും അവരെ തടയുന്നില്ല. അവർ യഖാഫൂന യൗമൻ, എന്താണ് അവരുടെ വിശേഷണം? അവർ ഒരു ദിവസത്തെ ഭയക്കുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പരലോകത്തെ പറ്റിയുള്ള ചിന്ത വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സദാ ഓർമ്മിക്കുന്ന സ്മരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റിനാൽ നാവ് നനഞ്ഞുകൊണ്ട് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.